I am the coach of the Spanish national team. The players' teams are not important. We only focus on selecting players who can represent the country. അന്ന് ലൂയിസ് ഡെ ലാ ഫ്യൂണ്ടെ സ്പാനിഷ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതൊരു പഴഞ്ചൻ ടീമായിരുന്നു. പരാജയപ്പെട്ട ശൈലിയിൽ നിന്ന് വ്യതിചലിക്കാതെ കുറിയ പാസുകളാൽ മത്സരങ്ങളെ സമ്പന്നമാക്കിയ സംഘത്തെ വിപ്ലവകരമായി മാറ്റാനുറച്ചായിരുന്നു അദ്ദേഹം എത്തിയത്. കളി പാസ്സാകാൻ പാസ് വിടുകയല്ലാതെ നിർവാഹമില്ലെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു സ്പാനിഷ് കോച്ച് ശ്രമിച്ചത്. അത് ഫലിപ്പിച്ചെടുക്കാൻ കാലമൊരുപാട് വേണ്ടി വന്നില്ല. അറ്റാക്കിംഗ് രീതിയിലേക്കും അതുവഴി ഗോളിലേക്കുമുള്ള പാത വെട്ടിത്തുറന്ന ഫ്യൂണ്ടെ ഇല്ലാതാക്കിയത് ടിക്കി ടാക്കയെയാണ്. അതെ, ലൂയിസ് ഡെ ലാ ഫ്യൂണ്ടെ തൂത്തെറിഞ്ഞത് 2010 ഫുട്ബോൾ ലോകകപ്പിൽ കന്നിക്കിരീടം നേടിയ, ലോകമാകെ വാഴ്ത്തിയ, ഫുട്ബോളിന്റെ മനോഹാരിത മുറ്റിയ ശൈലിയെയാണ്. അന്ന് വിപ്ലവകരമായ തീരുമാനമെടുക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്പെയിന് കഠിനമേറിയ കാലമായിരുന്നേനെ ഇത്. ഫുട്ബോളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത് അത്ഭുതകരമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഓരോ പരിശീലകനും വിഖ്യാതമാകുന്നത്. പെപ് ഗോർഡിയോളയും കാർലോ ആഞ്ചലോട്ടിയും സർ അലക്സ് ഫെർഗൂസനും ഹോസെ മൗറീനിയും യോർഗൻ ക്ലോപ്പും ലയണൽ സ്കലോണിയും അങ്ങനെ വിശ്വവിഖ്യാതരായ പരിശീലകരെല്ലാം ഓളമുണ്ടാക്കിയത് വിപ്ലവങ്ങളിലൂടെയാണ്. പുതിയ ശൈലികൾ കെട്ടിപ്പടുത്താണ്. അതിനു പറ്റിയ സംഘത്തെ രാഗിയെടുത്താണ് നേട്ടങ്ങളെല്ലാം കൊയ്തത്. അതൊരു മാജിക്കുമാണ്. ടീമിനെ ഒരുക്കിയെടുക്കുക എന്നത് പരിശീലകന്റെ പ്രധാന ചുമതലയുമാണ്. രണ്ടാമതൊരു കൈ കവരാതെ നോക്കണം ടീമിനെ മിനുക്കി രാഗിയെടുക്കാൻ. അതെ, ടീം എന്നത് ആത്യന്തികമായി കോച്ചിന്റെ മാത്രം തിരഞ്ഞെടുപ്പാണ്. അമേരിക്കൻ ലോകകപ്പിന് പറക്കുന്ന സ്പെയിൻ സംഘത്തിൽ ലോകോത്തര ക്ലബിൽ നിന്ന് ആരുമില്ല. റയൽ മഡ്രിഡ് ടീമിൽ നിന്ന് ഒരു താരത്തെ പോലും സ്പാനിഷ് പരിശീലകൻ ലൂയിസ് ലാ ഫ്യൂണ്ടെ എടുത്തിട്ടില്ലെന്ന വാർത്ത കേട്ട് ഫുട്ബോൾ ലോകം ഞെട്ടി. ചോദ്യങ്ങൾ ഒട്ടേറെയാണ് ഉയർന്നു കേട്ടത്. ആഴ്സണൽ, അത്ലറ്റിക് ക്ലബ്, അത്ലറ്റിക്കോ മഡ്രിഡ് എന്നിവയിൽ നിന്ന് 3 വീതം താരങ്ങൾ ടീമിലുണ്ട്. ടീമിന്റെ 92 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് റയലിൽ നിന്നുള്ള ഒരു താരം പോലും ലോകകപ്പ് ടീമിൽ ഇടം നേടാതിരിക്കുന്നത്. ടീമിലുണ്ടാകുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്ന പ്രതിരോധ താരം ഡീൻ ഹുയ്സൺ, അൽവാരോ കരേറസ്, ഫ്രാൻസ് ഗാർഷ്യ എന്നിവരും ഒഴിവാക്കിയത് വലിയ വിമർശനത്തിനിടയാക്കുന്നു. റയൽ മഡ്രിഡിന്റെ മുൻ ക്യാപ്റ്റനായിരുന്ന ഡാനി കർവാജലിന് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി നേരിട്ട പരിക്കുകൾ തിരിച്ചടിയായി. റയലിന്റെ പ്രാതിനിധ്യമില്ലാത്ത സംഘമായി സ്പെയിൻ. സമ്പൂർണ്ണ ബാഴ്സലോണ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് മുന്നിൽ കോച്ചിന് കൃത്യമായ ഉത്തരമുണ്ട്. ഐ ആം ദ കോച്ച് ഓഫ് ദി സ്പാനിഷ് നാഷണൽ ടീം. The players' teams are not important. We only focus on selecting players who can represent the country. അതെ, ഞാൻ സ്പാനിഷ് ടീമിന്റെ പരിശീലകനാണ്. താരങ്ങൾ ഏത് ടീമിൽ നിന്നാണ് എന്നതല്ല എനിക്ക് പ്രാമുഖ്യം. മികച്ച കളിക്കാരെ കണ്ടെത്തുക എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഫ്യൂണ്ടെയുടെ മറുപടി വ്യക്തമാണ്, കൃത്യവും. ലമീൻ യമാലാണ് ഈ ലോകകപ്പിലെ ശ്രദ്ധാകേന്ദ്രം. ഫ്യൂണ്ടെ പ്രഖ്യാപിച്ച സ്പാനിഷ് സംഘത്തിൽ കൗമാരതാരം കളിക്കും. 2022 ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ പുറത്തായ ടീം ഇത്തവണ മികച്ച സന്നാഹത്തോടെയാണ് അമേരിക്കയിലേക്ക് വിമാനം കയറുക. ലമീൻ യമാൽ, നിക്കോ വില്യംസ്, മൈക്കൽ മെറിനോ എന്നിവരുടെ ഫിറ്റ്നസിൽ ആശങ്കയുണ്ടായിരുന്നെങ്കിലും കോച്ച് അക്കാര്യം നിഷേധിച്ചുവെന്നതും ശ്രദ്ധേയം. മൂവരും ഫിറ്റ്നസിൽ ഓക്കെയാണെന്ന് കോച്ചിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ ചെറിയ ആശങ്ക നിലനിൽക്കുന്നതിനാൽ യമാൽ ജൂൺ 14 കേപ്പ് വെർദെക്കെതിരായ ആദ്യ മത്സരത്തിൽ കളിച്ചേക്കില്ല. 2022 ഡിസംബർ 8 ലൂയിസ് ഡെ ലാ ഫ്യൂണ്ടെ സ്പെയിനിൽ തന്റെ പരിശീലക കരിയറിന് തുടക്കമിട്ടത്. ഖത്തർ ലോകകപ്പിൽ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ കോച്ച് ലൂയിസ് എൻറിക്കെ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു നിയമനം. ടിക്കി ടാക്ക ശൈലിയെ പൊളിച്ച ഫ്യൂണ്ടെ 4-2-3-1 എന്ന ശൈലിയിലേക്ക് ചുവടുമാറി. പരമ്പരാഗത 4-3-3 ശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അന്ന് അൻസു ഫാറ്റിക്ക് കൂടുതൽ അവസരം നൽകിക്കൊണ്ടായിരുന്നു ഫ്യൂണ്ടെ കളി മുന്നോട്ട് കൊണ്ടുപോയത്. മാർക്കോ അസൻസിയോ, റോഡ്രിഗോ, ഗാവി, ഡാനി ഒൽമോ എന്നിവരെ ഉപയോഗപ്പെടുത്തിയാണ് മുന്നേറ്റം കരുത്താക്കിയത്. 2022-23 യുവേഫ നേഷൻസ് കിരീടം ചൂടിയ ടീം 2012 ശേഷം നേടുന്ന ആദ്യ മേജർ കിരീടവുമായിരുന്നു അത്. 2024 യൂറോ കിരീടം നേടിയ ടീം ശക്തരെന്ന് തെളിയിച്ചു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഫ്യൂണ്ടെയുടെ കരാർ 2028 യൂറോ കപ്പ് വരെ നീട്ടി. സ്പെയിന് പുതിയ ദിശാബോധം നൽകാൻ ഫ്യൂണ്ടെക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ ലോകകപ്പിനുള്ള ടീമിൽ ലമീൻ യമാൽ, പെഡ്രി, ഗാവി, പാവു കുബാർസി, എറിക് ഗാർഷ്യ, ഫെറാൻ ടോറസ്, ജോവാൻ ഗാർഷ്യ, ഡാനി ഒൽമോ എന്നീ 8 ബാഴ്സ താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. 2024 യൂറോ കപ്പ് നേടിയ ടീമിനെ നയിച്ച മുൻ ക്യാപ്റ്റൻ അൽവാരോ മൊറാട്ടയ്ക്ക് ടീമിൽ ഇടമില്ലെന്നതും എടുത്തു പറയേണ്ടതാണ്. കാൽവിരലിന് പരിക്കേറ്റ ബാഴ്സലോണ മിഡ്ഫീൽഡർ ഫെർമിൻ ലോപ്പസിനും ലോകകപ്പ് നഷ്ടമായി.
ലോകകപ്പ് പടിവാതിൽക്കലെത്തിയ നേരത്താണ് താരത്തിന് പരിക്കേറ്റത്. റയലിൽ നിന്ന് ഒരാളെപ്പോലും ഉൾപ്പെടുത്താത്തതിനാൽ ആരാധകരോഷവും ഏറെയാണ്. സാന്റിയാഗോ ബെർണബുവിനോട് എന്താണിത്ര വിരോധമെന്ന ചോദ്യവും ശേഷിക്കുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഡീൻ ഹ്യൂസൻ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. ലോകകപ്പിൽ സ്പെയിന്റെ പ്രതിരോധം പാളിയാൽ ഡീൻ ഹുയ്സന്റെ അസാന്നിധ്യം ചർച്ചയാക്കപ്പെടും. അത് ലൂയിസ് ഡെ ലാ ഫ്യൂണ്ടയുടെ ഭാവിക്ക് കരിനിഴൽ വീഴ്ത്തിയേക്കും.